സന്തോഷകരമായ ജീവിതം നേടാനുള്ള വഴികളെക്കുറിച്ച് ചിന്തിക്കുന്ന നിങ്ങൾക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്നത്തെ തിരക്ക് പിടിച്ച ലോകത്ത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ നാം പലപ്പോഴും മറന്നുപോകുന്നു. ഇത് മാനസിക സമ്മർദ്ദവും ആത്മഹത്യയും അടക്കം പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. ഈ സാഹചര്യത്തിൽ സന്തോഷം നിലനിർത്താനും മനസ്സിന് ശാന്തി പ്രാപിക്കാനുമായി ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. My name is Shilpa. Welcome to our channel. ജീവിതത്തിൽ സന്തോഷത്തോടെ ഇരിക്കാൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ. ഈ അടുത്ത കാലത്തായി ഡിപ്രഷനും ആത്മഹത്യയുമൊക്കെ നാട്ടിൽ കൂടി വരികയാണ്. സന്തോഷത്തോടെ ജീവിക്കാൻ ആളുകൾ മറന്നു പോകുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. തിരക്കിട്ട ജീവിതത്തിനിടയിൽ പലപ്പോഴും ആളുകൾ സന്തോഷിക്കാൻ മറന്നു പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ജീവിതത്തിൽ തിരക്കുകൾ പലപ്പോഴും ബന്ധങ്ങൾ പോലും അറ്റുപോകാൻ കാരണമാകാറുണ്ട്. ഈ അടുത്ത കാലത്തായി മാനസിക സമ്മർദ്ദവും ആത്മഹത്യവുമൊക്കെ കൂടാനുള്ള പ്രധാന കാരണവും. എന്തുകൊണ്ടാണ് പണ്ടത്തെ പോലെ ആളുകൾക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കാത്തതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തിരക്കിട്ട ജീവിതത്തിനിടയിൽ പലരും ചിരിക്കാൻ പോലും മറന്നു പോവുകയാണ്. ഇത്തരത്തിൽ സന്തോഷത്തോടെയും നല്ല ശ്രദ്ധയോടെയും ജീവിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പോസിറ്റീവ് ആളുകൾക്കൊപ്പം ഇരിക്കാം. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ ചുറ്റുമുള്ളവരും സന്തോഷമുള്ളവരായിരിക്കണം. പോസിറ്റീവ് ചിന്തയുള്ളവർ നിങ്ങളുടെ മനസ്സിലേക്ക് പോസിറ്റീവ് കാര്യങ്ങൾ പകരാൻ സഹായിക്കും. നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇതേറെ സഹായിക്കും. പോസിറ്റീവ് ചുറ്റുപാടുകളും ആളുകളും മനസ്സിൽ സന്തോഷം നിറയ്ക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഏറെ സഹായിക്കും. രാവിലെ എഴുന്നേറ്റ് കണ്ണു തുറക്കുന്നത് തന്നെ ഫോൺ നോക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ. എന്നാൽ ഇതത്ര നല്ല സ്വഭാവമല്ല. ഇന്നത്തെ കാലത്തെ മനുഷ്യരുടെ ജീവിതത്തിൽ ഡിജിറ്റൽ ഡിറ്റോക്സ് വളരെ അത്യന്താപേക്ഷിതമാണ്. ദിവസവും ഒരല്പസമയമെങ്കിലും ഫോൺ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ് തുടങ്ങിയ ഉപകരണങ്ങളുടെ ഉപയോഗം അല്പം കുറയ്ക്കാൻ ശ്രമിക്കാം. ചുറ്റും നടക്കുന്നത് അറിയാനും സമ്മർദ്ദവും ഉത്കണ്ഠയും ഒക്കെ കുറയ്ക്കാനും ഇതേറെ സഹായിക്കും. വികാരങ്ങളെ അംഗീകരിക്കുക. എല്ലാ മനുഷ്യർക്കും വ്യത്യസ്തമായ പലതരം വികാരങ്ങളാണുള്ളത്. ദേഷ്യം, സങ്കടം, സന്തോഷം തുടങ്ങി പലതും ജീവിതത്തിൽ ഉണ്ടാവാം. വികാരങ്ങളെ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് പകുതി പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നത്. ദേഷ്യമാണെങ്കിൽ ദുഃഖമാണെങ്കിലും അത് അല്പനേരത്തേക്ക് മാത്രമാണെന്ന് മനസ്സിലാക്കുക. പെട്ടെന്ന് വികാര വിസ്ഫോടനം പലപ്പോഴും വലിയ പ്രശ്നങ്ങളിലേക്കും അതേപോലെ സന്തോഷത്തെ ഇല്ലാതാക്കാൻ കാരണമാകും. ആരോഗ്യകരമായ ഭക്ഷണം. നല്ല ഭക്ഷണം സന്തോഷം തരാൻ സഹായിക്കും. ചിലരെ കണ്ടിട്ടില്ലേ, ദുഃഖമുണ്ടായാൽ ഉടൻ ഭക്ഷണം കഴിച്ചാൽ ദുഃഖം മാറ്റാൻ ശ്രമിക്കും. പക്ഷെ കഴിക്കുന്ന ഭക്ഷണം ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കുന്നതാണോ എന്ന് മനസ്സിലാക്കണം. നല്ല ആരോഗ്യകരമായ ഭക്ഷണശൈലി തലച്ചോറിനെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കും. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നതും കായികപരമായ ആക്ടിവിറ്റി ഇരിക്കുന്നതും ദൈനംദിന ജീവിതത്തിൽ സന്തോഷം നൽകുകയും സെൽഫ് കെയർ, വീട്, കുട്ടികൾ, ജോലി തിരക്ക് എന്നിങ്ങനെ 100,000 പ്രശ്നങ്ങളുമായി ഓടി നടക്കുന്നവർ ദിവസവും ഒരല്പം സമയം സ്വന്തമായി കണ്ടെത്തുക. കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കുന്നത് തന്നെ മനസ്സിന് സന്തോഷം നൽകാൻ സഹായിക്കും. ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഈ സമയം ഉപയോഗിക്കാവുന്നതാണ്. പുസ്തകം വായിക്കാം, ഡാൻസ് കളിക്കാം, ചർമ്മ സൗന്ദര്യം സംരക്ഷിക്കാം തുടങ്ങി ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റിയിൽ ഏർപ്പെടാൻ ശ്രമിക്കാം.